ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിനു മുൻപ് കേട്ട് കേൾവി പോലുമില്ല. കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ്. ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും. ഇത് പരമമായ സത്യമാണ്. അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി. ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു. ജാതിമത ഭേദങ്ങൾ ഒന്നും തന്നെയില്ല. ആർക്കാണോ ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ അവർ വരട്ടെ. അനുഭവത്തിലൂടെ അവനവന്റെ മനസ്സിലെ കറകൾ ഇല്ലാതാക്കി ഭഗവാനിൽ അർപ്പിച്ച് ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങുക. ഈ സത്യം അനുഭവിച്ചറിയുക. ഇവിടെയുള്ള ദൈവത്തിന്റെ പേര് ജനകത ഔഷന്നു ഇലുഷനും ജനകത ഔഷന്നു ഇലു ഇഷാനിയുമാണ്. ഇതിനു പുറമെ നവചകന്മ എന്ന പുതിയ സൃഷ്ടിയുമുണ്ട്. അത് ഓരോ ഈശ്വരശക്തിയുടെയും ജീവചൈതന്യ രൂപത്തിൽ നിന്ന് ഉടലെടുത്തതാണ്. ഈ നവചകന്മ ഇവിടെ വരുന്ന ഓരോ സ്ത്രീകളുടെയും ശരീരത്തിൽ പ്രവേശിക്കുന്നു. അവരിൽ നിന്ന് ഈ സൃഷ്ടി ഭാരതിയമ്മയുടെ ശരീരത്തിൽ പ്രവേശിച്ച് ചൈതന്യമെടുക്കുന്നു. അത് ഇവിടെ വരുന്ന എല്ലാവർക്കും അറിയാം. അനുഭവത്തിലൂടെ മാത്രം വിശ്വസിച്ചാൽ മതി. ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ വരട്ടെ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രാജി. എൻ്റെ വീട് നെയ്യാറ്റിൻകരയ്ക്കടുത്ത മണൽവല എന്ന് പറയുന്ന സ്ഥലത്താണ്. പിന്നെ എനിക്ക് ആദ്യമായി തന്നെ ഞാൻ അമ്മയോടും ഭഗവാനോടും നന്ദി പറയാണ്. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന് എൻ്റെ അനുഭവങ്ങൾ നിങ്ങളോട് കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനൊരു ക്ലിനിക്കൽ ഇൻസ്ട്രക്ടറായിട്ട് പൂനെയിൽ വർക്ക് ചെയ്യുമായിരുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ നടന്ന ഒരു സംഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ, എനിക്ക് വീട്ടിൽ വരണമായിരുന്നു. അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ടും എനിക്ക് വീട്ടിലിപ്പോൾ പൂനെയിൽ ഒത്തിരി കേസസ് വരികയാണല്ലോ കൊറോണയുടെ. അങ്ങനെ എനിക്ക് വീട്ടിലേക്ക് വരണമെന്ന് തോന്നി. അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു, ഫോൺ വിളിച്ച് വീട്ടിലേക്ക് വന്നോട്ടെയാണ്. അപ്പം അമ്മ തന്നെയാണ് എന്നോട് പറഞ്ഞത് വരാൻ. ധൈര്യമായിട്ട് വന്നോളൂ, ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഭഗവാൻ കൂടെ ഉണ്ടെന്ന് അമ്മ പറഞ്ഞു. ആ ഒരു ധൈര്യത്തിൽ ഞാൻ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നപ്പോൾ എനിക്ക് ഒത്തിരി വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. അതെല്ലാം ശരിക്കും പറഞ്ഞാൽ അമ്മയോട് പറഞ്ഞപ്പോഴാണ് എൻ്റെ ആ ഒരു വിഷമവും മാറി. അമ്മ എന്നെപ്പോലെ തന്നെ എനിക്ക് വേണ്ടിയിട്ട് ഒത്തിരി അധികം പ്രാർത്ഥിച്ച് ഭഗവാനോട്. ഓരോ ദിവസം 14 ദിവസം ഞാൻ ഹോം ക്വാറൻറ്റൈനിലായിരുന്നു. അപ്പോൾ ഓരോ ദിവസം അമ്മ എനിക്ക് വേണ്ടി ഭഗവാനോട് പറഞ്ഞ് പ്രാർത്ഥിച്ച് എനിക്ക് യാതൊരു കുഴപ്പങ്ങളും ഇല്ലാണ്ട് അമ്മ എന്നെ നോക്കി. അതുതന്നെയാണ് ഏറ്റവും വലിയ എൻ്റെ ഒരു നല്ലൊരു അനുഭവം എന്ന് എനിക്കിപ്പം പറയുന്നത്. റീസെൻ്റ്ലി ഇപ്പം നടന്നൊരു സംഭവമാണ്. ഇനി ഞാൻ എങ്ങനെയാണ് ഇതിലേക്ക് വന്നതെന്ന് പറയാം. എൻ്റെ അമ്മ തന്നെയാണ് ഇതിന് കാരണം. എൻ്റെ അമ്മയ്ക്ക് ഒട്ടും വയ്യാണ്ടായിരുന്ന സമയമാണ്. ഡോക്ടേഴ്സും ഒത്തിരി മരുന്നൊക്കെ കഴിച്ചിട്ടും തീരെ അമ്മയ്ക്ക് ഒട്ടും പറ്റാത്ത അവസ്ഥയായി. എത്ര മെഡിസിൻസും എല്ലാം എടുത്തിട്ട് ഒന്നിനോടും റിയാക്ട് ചെയ്യാത്ത അവസ്ഥയായ സമയത്താണ് അമ്മയുടെ കാര്യം നമ്മളൊരാൾ വഴി അറിയുന്നത്. അങ്ങനെ ഇവിടെ വരാൻ ഞങ്ങൾക്ക് സാധിച്ചു. ആദ്യം എൻ്റെ അമ്മയാണ് ഇവിടെ വന്നത്. അമ്മയിലൂടെയാണ് അനുഭവങ്ങളും ആ ഒരു അനുഗ്രഹവും ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത് ഇവിടുത്തെ ഭാരതി അമ്മയുടെ. അങ്ങനെ അമ്മ വന്നതിന് ശേഷം അതിനുശേഷം ഞാനിവിടെ ഇല്ലായിരുന്നു, ഞാൻ പൂനെയിലായിരുന്നു. അതിനുശേഷം എൻ്റെ ചേച്ചിമാരൊക്കെ വന്നു. അവർക്കും ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് അനുഗ്രഹങ്ങളും ദൈവം നൽകി. ഒരുപാട് പ്രശ്നങ്ങൾ, രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അമ്മയ്ക്കും ഒരുപാട് ദോഷങ്ങളുണ്ടായിരുന്നു. എല്ലാം ഭഗവാൻ വഴി മാറ്റാൻ സാധിച്ചു. ഇത്രയധികം മെഡിസിൻസ് എല്ലാം കഴിച്ചിട്ടും ഒരുപാട് കാലമായി കഴിച്ചിട്ടും എൻ്റെ അമ്മയ്ക്ക് ഒന്നിനും ഒരു മാറ്റം ഉണ്ടായില്ല. പക്ഷെ ഇവിടെ വന്ന് അമ്മയെ കണ്ട് അമ്മയുടെ അനുഗ്രഹവും ദൈവത്തിൻ്റെ അനുഗ്രഹവും കിട്ടിയതിന് ശേഷമാണ് എൻ്റെ അമ്മയുടെ അസുഖങ്ങൾ ഓരോന്നായിട്ട് മാറാൻ തുടങ്ങിയത്. ഇപ്പോഴും കുറച്ചൊക്കെ ഉണ്ട്, എന്നാലും അതെല്ലാം മാറ്റിത്തരും എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കും എൻ്റെ വീട്ടിലും എൻ്റെ അമ്മയ്ക്കും എല്ലാവർക്കും ഉണ്ട്. ഞങ്ങളുടെ ഫാമിലിയോട് ഞങ്ങൾ അമ്മയും ദൈവത്തിനെയും ആരാധിക്കുന്നുണ്ട്. ആ ഒരു അനുഗ്രഹവും ആ ഒരു ഭാഗ്യവും നമുക്ക് തന്നതിന് ദൈവത്തിന് ഒരുപാട് നന്ദി പറയുകയാണ്. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് എനിക്കൊക്കെ നല്ല പേടി ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇതെന്താണെന്നൊന്നും ആദ്യം നമുക്കറിയില്ലായിരുന്നു. പിന്നീടാണ് ഇവിടെ വന്നതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അമ്മയുടെ ആ ഒരു ശക്തിയും എല്ലാം മനസ്സിലാക്കാൻ കഴിഞ്ഞത്.
അതിനു മുമ്പൊക്കെ എനിക്ക് ഒരുപാട് അസുഖങ്ങളും പ്രോബ്ലംസൊക്കെ ഉണ്ടായിരുന്നു. എന്തുണ്ടെങ്കിലും അമ്മയോട് വിളിച്ച് പറഞ്ഞ് ആ ഒരു ധൈര്യം നമുക്ക് കിട്ടും, ആ ഒരു മനസ്സിന് സമാധാനവും എല്ലാം നമുക്ക് ലഭിക്കും അമ്മയുടെ അടുത്ത് പറയുമ്പോഴത്തേക്കും. ഞാനൊരു മെഡിക്കൽ ഫീൽഡിൽ നിന്നുള്ള ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യം വിശ്വസിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നീടാണ് എൻ്റെ അമ്മയുടെ അസുഖങ്ങളും എല്ലാം മാറി മാറി വരുന്നതും എൻ്റെ ചേച്ചിമാർക്കും പല പല പ്രശ്നങ്ങൾക്കും ചേച്ചിമാരുടെയും കുട്ടികളുടെയൊക്കെ രോഗങ്ങളൊക്കെ മാറ്റി കൊടുക്കുന്നതും ആ ഒരു അത്ഭുതമൊക്കെ കണ്ടാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അമ്മയിലേക്ക് വരാൻ തോന്നിയത്. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും പറഞ്ഞു അമ്മയുടെ അടുത്ത് പോയി നോക്ക്, നിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറുമെന്ന്. അങ്ങനെ ഇവിടെ വന്നതിന് ശേഷമാണ് അമ്മ എന്നെ അനുഗ്രഹിച്ചു. അമ്മയുടെ അനുഗ്രഹം എനിക്ക് ഇപ്പോഴും കിട്ടുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ അമ്മ എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തന്നെ എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഓരോരോ ആരോഗ്യ പ്രശ്നങ്ങൾ. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, എനിക്കിവിടെ തൊണ്ടയിലൊരു മുഴ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് ഒരുപാട് മാറി, നല്ല വലുതായിരുന്നു, പുറത്ത് കാണാൻ പറ്റുന്ന രീതിക്കായിരുന്നു. പക്ഷെ അതിപ്പോൾ ഒത്തിരി മാറി. അമ്മ എനിക്കത് മാറ്റി തന്നു. എന്ന് വിളിക്കുമ്പോൾ അമ്മ എനിക്ക് പവർ തരാം, അമ്മ പറയും എല്ലാം മാറുമെന്ന്. അതുപോലെ തന്നെ എനിക്കത് മാറി. ഇപ്പോൾ കുറച്ചൊരു ശകലം ഉണ്ട്, അത് പക്ഷെ അറിയുന്നില്ല. പക്ഷെ അതൊന്നും മാറ്റി തരുമെന്നാണ് അമ്മ പറയുന്നത്. അപ്പോൾ അമ്മയിൽ എനിക്ക് അത്രയധികം വിശ്വാസമുണ്ട്. ഭഗവാനെ നമ്മൾ എത്രത്തോളം വിശ്വസിക്കുന്നുവോ അത്രത്തോളം നമുക്ക് നമ്മുടെ അമ്മയെയും വിശ്വസിക്കാം. എനിക്ക് മുമ്പ് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഒത്തിരി മെഡിസിൻസ് ഞാൻ മേടിച്ച് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു പേടി ഉണ്ടായിരുന്നു, അതിൻ്റെ സൈഡ് എഫക്ട്സ് നമുക്ക് എന്തായാലും അറിയാമല്ലോ എത്രത്തോളം സൈഡ് എഫക്ട്സ് നമുക്ക് ഉണ്ടാവുമെന്ന്. പക്ഷേ അമ്മയുടെ അടുത്തേക്ക് വന്നതിന് ശേഷം എനിക്കിപ്പം ആദ്യം ഒരു ദിവസം ഞാൻ അമ്മയോട് പറഞ്ഞതേ ഉള്ളൂ എൻ്റെ തലവേദന. അതിന് ശേഷം എനിക്ക് ഇതുവരെ തലവേദന വന്നിട്ടില്ല. അമ്മ എനിക്ക് മന്ത്രം തന്നു, ഞാൻ പ്രാർത്ഥിച്ചു, അമ്മ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ഒരു മെഡിസിനും എടുക്കാണ്ട് വെറും മന്ത്രത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും വിശ്വാസത്തിലൂടെയും നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങളും നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളായാലും എന്ത് പ്രശ്നങ്ങളായാലും അമ്മയ്ക്ക് പരിഹരിച്ച് തരാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അത് എത്ര വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അത് ഇവിടെ വന്നിട്ടുള്ള ഓരോ മനുഷ്യർക്കും അത് മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അമ്മയിലും ഭഗവാനിലും അത്രയധികം വിശ്വസിക്കുന്നത്. ഇപ്പോൾ എനിക്ക് പേടിയില്ലാണ്ട് ഇരിക്കാം. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒത്തിരി മെഡിസിൻസ് കഴിച്ചിരുന്ന ഒരാളാണ്. തലവേദനയായാലും കാലുവേദനയായാലും പെട്ടെന്ന് അസുഖങ്ങൾ വന്നാൽ എപ്പോഴും ഞാൻ മെഡിസിനെ തേടി പോകുന്നത്. ഞാനിപ്പോൾ അമ്മയെ തേടിയാണ് വരുന്നത്. കാരണം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അമ്മയെ വിളിച്ച് പറഞ്ഞാൽ മതി. അമ്മയുടെ ആ ഒരു പ്രശ്ന പരിഹാരം നമുക്ക് നൽകുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അമ്മയിലും ഭഗവാനിലും. വിശ്വാസവും അനുസരണയും മാത്രം മതി നമുക്ക് ഏതൊരു പ്രശ്നത്തിനും പരിഹാരം ലഭിക്കാൻ. നമുക്കിവിടെ വേണ്ടത് നമ്മുടെ വിശ്വാസമാണ്, നമ്മുടെ ഭഗവാനിലുള്ള നമ്മുടെ വിശ്വാസം. അത് നമ്മൾ അമ്മയിലേക്കും കൊണ്ടുവരിക. ആ ഒരു വിശ്വാസം കൊണ്ട് തന്നെയാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടുന്നത്. ഇപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് കാലം കൊണ്ടൊരു ലോൺ എടുക്കാൻ വേണ്ടി ഞാൻ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാനൊന്ന് അമ്മയോട് പറഞ്ഞു, അമ്മ പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞതേ ഉള്ളൂ അമ്മ. ഞാൻ ഭഗവാനോടെന്നും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് എനിക്ക് ആ ഒരു ലോണ് കിട്ടിയത്. അത്രയും കാലം ഒരു 1-2 വർഷം കൊണ്ട് ഞാൻ ശ്രമിക്കുകയാണ് ഒരു ലോണ് കിട്ടാൻ. പക്ഷെ ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ച് ഒരു മാസം കഴിഞ്ഞത് എനിക്ക് ലോണ് കിട്ടി. അത് എന്തൊരു വലിയ അത്ഭുതമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇത്രയും കാലം ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടായിരുന്നു ഒരു ലോണിന് വേണ്ടിയിട്ട്, അതെനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഇങ്ങനൊരു അമ്മയോട് ജസ്റ്റ് ഞാൻ പറഞ്ഞു, എന്നിട്ട് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല കിട്ടൂല എന്ന്. കാരണം ആ ഒരു ബാങ്കിൽ നിന്ന് ഒത്തിരി പ്രഷർ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് തരാൻ പറ്റത്തില്ല, അങ്ങനെ ഇങ്ങനെ കുറേ പ്രശ്നങ്ങളും കുറേ കാര്യങ്ങളൊക്കെ അവർ ചോദിച്ചു. ഞാൻ ഒട്ടും വിചാരിച്ചിരുന്നില്ല കിട്ടുമെന്ന്. പക്ഷേ അമ്മ കാരണം എനിക്ക് ആ ലോണ് കിട്ടി. അമ്മയോട് ഒരുപാട് നന്ദിയുണ്ട് ഭഗവാനോടും. അമ്മയുടെ അടുത്തേക്ക് എത്താൻ സാധിച്ചത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഈ ഒരു ഭാഗ്യം എനിക്ക് മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും അമ്മയിൽ വിശ്വസിക്കണമെന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഭഗവാനും അത് തന്നെയാണ് ആഗ്രഹം. പിന്നെ എൻ്റെ ഒരു അനുഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ദിവസം പെട്ടെന്ന് രാത്രിക്ക് എനിക്ക് കയ്യിലൊക്കെ റാഷസ് പോലെ വന്നു, ചൊറിച്ചിൽ പോലെ ഒരു ചെറിയ കുമിളകൾ ഉണ്ടായി. അപ്പോഴത്തേനും എനിക്ക് പെട്ടെന്ന് പേടി വന്നില്ല. അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനും പേടിക്കുന്ന ആളാണ് ഞാൻ. പെട്ടെന്ന് എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം, മെഡിസിൻ എടുക്കണമെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. പക്ഷേ ഇതൊരു ചൊറിച്ചിൽ വന്നപ്പോൾ എനിക്ക് പേടിയില്ലായിരുന്നു. കാരണം അമ്മയുണ്ടല്ലോ കൂടെ, അമ്മയെ വിളിച്ച് പറഞ്ഞാൽ മതിയല്ലോ എൻ്റെ ഈ പ്രശ്നം എപ്പോഴേ അമ്മ പരിഹരിച്ച് തരുന്നു. അതുപോലെ തന്നെ പിറ്റേ ദിവസം ഞാനതങ്ങനെ വിചാരിച്ചതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ അതെനിക്ക് എൻ്റെ ആ ഒരു ഇതുകൊണ്ട് അമ്മയോട് ഞാൻ വിളിച്ച് പറഞ്ഞു. അമ്മ പറഞ്ഞു എന്തുകൊണ്ടും പേടിക്കേണ്ട, ഒന്ന് മാറിക്കിട്ടുമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ രാവിലെ എണീറ്റ് നോക്കുമ്പോഴത്തേനും എൻ്റെ കയ്യിൽ ചൊറിച്ചിലും അതിൻ്റെ ആ റാഷസിൻ്റെ പാടുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല.
ഞാനിവിടെ വന്നതിന് ശേഷം എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ അമ്മയിൽ എത്രത്തോളം വിശ്വസിക്കുന്നു അത്രത്തോളം നമുക്ക്, അമ്മയിലും ഭഗവാനിലും നമ്മൾ എത്രത്തോളം വിശ്വസിക്കുന്നു അത്രത്തോളം നമുക്ക് അനുഗ്രഹങ്ങളും സൗഭാഗ്യവും നമുക്ക് ലഭിക്കും എന്നുള്ള കാര്യമാണ്. അതിന് യാതൊരു സംശയവും ഇവിടെ വരുന്ന എല്ലാവർക്കും അത് മനസ്സിലായിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾക്കും അത് മനസ്സിലാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കും അത് മനസ്സിലാകത്തുള്ളൂ. ഭാരതി അമ്മയെ കാണാൻ കഴിഞ്ഞത് തന്നെ ഈ ജന്മത്തിൽ ദൈവം തന്ന ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവസാനമായിട്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് കിട്ടിയ ഈ ഒരു അനുഗ്രഹം എല്ലാവർക്കും കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ആ ഒരു സൗഭാഗ്യം നിങ്ങൾ ഇവിടെ എത്തി അമ്മയിൽ നിന്ന് ഏറ്റുവാങ്ങണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്കും ആ ഒരു അനുഗ്രഹവും അനുഭൂതിയും എല്ലാം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയുള്ളൂ. അനുഭവത്തിൽ നിന്ന് മാത്രമേ നമുക്ക് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുവാനും ഇവിടെ നടക്കുന്നത് എന്താണെന്ന് അറിയാനും സാധിക്കുകയുള്ളൂ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.